السلام عليكم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ബഹുമാനമുള്ള സയ്യിദുമാർ, ഉലമാക്കള്, നേതാക്കള്, പ്രിയമുള്ള മുതഅല്ലിംകൾ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ശൈഖുൽ ഹദീസ് നമ്മുടെ ബഹുവന്യരായ ഇസ്മായിൽ മുസ്ലിയാർ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ അനുഗ്രഹം നൽകിയ, തൗഫീഖ് നൽകിയ ഒരു വലിയ പണ്ഡിതനും ചിന്തകനുമാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ഈ ഇരിക്കുന്നതിൽ അധികവും മുതഅല്ലിമീങ്ങളാണ്, അല്ലെങ്കിൽ ആലിമീങ്ങളാണ്. ഇസ്മായിൽ മുസ്ലിയാരെ കൃത്യമായി അറിയുന്ന ആള്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒറ്റ കാര്യം, 5 വയസ്സ് മുതൽ മതവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് മരിക്കുന്നതുവരെ ആ ദർസ് തുടർന്ന് മരണത്തിന്റെ ശേഷവും ഇവിടെ ദർസ് നടത്താൻ കാരണക്കാരനായി, ആത്മീയമായി അതിന് നേതൃത്വം നൽകാൻ, ഖിയാമത്ത് നാൾ വരെ അത് തുടരാൻ അല്ലാഹു തൗഫീഖ് ചെയ്തൊരു മഹാനാണ് ഇസ്മായിൽ മുസ്ലിയാർ. ദർസിന് ഒരിക്കലും അദ്ദേഹത്തിന് ക്ഷീണം വന്നിട്ടില്ല. മർക്കസിൽ നിന്ന് അദ്ദേഹം അവസാനമായി പോരുന്ന ദിവസം കുട്ടികൾക്ക് അവിടെ ദർസ് നടത്തി, തഹസ്സുസിൽ ക്ലാസ് നടത്തി. റൂമിൽ വന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദനയുണ്ട്, അത് ഗ്യാസിൻ്റെതാവാനാണ് ഏറെയും സാധ്യത, ഈ ഗുളിക അതിനുള്ളതാണ്, അത് കുടിച്ചാൽ മാറുന്നത്. മരിക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ്. ഒരു വലിയ രോഗം പിടിപെട്ടിട്ട് ആ രോഗം അദ്ദേഹത്തെ തളർത്തിയിട്ടില്ല, ദർസ് അതിന്റെ പേരിൽ മുടങ്ങേണ്ടി വന്നിട്ടില്ല. ആ രോഗം ബാധിച്ച സമയത്ത് ഒതുക്കുങ്ങൽ ഹിയാസ് സുന്നയിൽ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഞാനുമുണ്ട് ആ പരിപാടിയിൽ. അന്ന് അദ്ദേഹം പ്രസംഗിച്ചു, നിങ്ങളൊക്കെ ദുആ ചെയ്തുകൊണ്ട് എന്റെ രോഗം മാറിപ്പോയി എന്ന്. ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഇന്ന് ലോകത്ത് രോഗങ്ങളെ പറ്റി പരിശോധിച്ചാൽ ഏറ്റവും വലിയ രോഗം ക്യാൻസർ തന്നെയാണെന്ന് സംശയക്കാര്യത്തില്ല. വേറെയുള്ള രോഗങ്ങൾക്കൊക്കെ വിഷമം തന്നെയാണെങ്കിലും ക്യാൻസർ ഒരാൾക്ക് വന്നാൽ മനുഷ്യനാകെ തളർന്നു പോകും. പക്ഷെ ആ തളർച്ചയും അദ്ദേഹത്തെ ബാധിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിന് അല്ലാഹു ചെയ്തൊരു വലിയ ഭാഗ്യം. ആ ദർസ് ഇപ്പോഴും തുടരുകയാണ്. ഈ കാണുന്ന പള്ളിയിൽ അദ്ദേഹം നിർമ്മിച്ച പള്ളി, അദ്ദേഹം സൗകര്യങ്ങളൊക്കെ ചെയ്ത സ്ഥലം,
അദ്ദേഹം അവിടെ കിടക്കുന്നു, ദർസും അവിടെ തുറന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ തന്നെ. നോക്ക് നിങ്ങൾ എന്തൊരു തൗഫീഖാണത്. അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത വലിയൊരു അനുഗ്രഹത്തിന്റെ ഉടമ. മാത്രമല്ല ഇസ്മായിൽ ഇസ്ലാർ വലിയ തമാശക്കാരനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ആ തമാശ പോലെ നോക്ക് നിങ്ങൾ, അയാൾ മരിച്ച് കൂടുതൽ കഴിഞ്ഞിട്ടില്ല, യുദ്ധ കഴിഞ്ഞിട്ടില്ല, ഇനി യുദ്ധ കഴിഞ്ഞോന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. അയാളെ ഭാര്യനെ അയാൾ കൊണ്ടുപോയി, ഇവിടെ നിൽക്കാൻ സമ്മതിക്കാതെ, കൂടെ താമസിക്കാൻ. എത്ര ഉസ്താദന്മാരുണ്ട്, ഭാര്യമാരൊക്കെ പോകുന്നത് കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടായിരിക്കും. ഞാൻ സഭയിൽ കുട്ടികളോട് പറയേണ്ട, ഇസ്മായിൽ ഇസ്ലാർ വലിയ വിളവനാണ്. ആ ഹിക്മത്തോ അല്ലെങ്കിൽ ആ തൗഫീഖിന്റെ ഭാഗമാണ്. അദ്ദേഹം മരിച്ച് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യനെയും അദ്ദേഹം കൊണ്ടുപോയി. സത്യത്തിലൊരു സന്തോഷമല്ലേ അത്. ഞാൻ മെനിയാന്ന് 2 ദിവസം മുമ്പ് കുട്ടിയിലാരെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. എന്റെ ഉസ്താദാണ്, ഇസ്മായിലിയാരെ ഉസ്താദാണ് കുട്ടിയിലാർ. അദ്ദേഹം മരിച്ചത് എന്റെ അഭിപ്രായത്തിൽ 1974 ഞാൻ വലിയൂരുള്ള സമയത്താണ്. 73 74 എനിക്ക് കൃത്യപ്പോ ഓർമ്മല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത ദിവസമാണ് മരണപ്പെട്ട്. ഇയാളെ റഹീം സാഹിബിന്റെ വേറെ വയലിൽ പോണേരാണ് കയറിയത് കൂടിയാണ്. റഹീം സാഹിബിന്റെ അമ്മായിന്റെ ഭർത്താവ്, അതാ കുട്ടി മുസ്ലിയാർ. ഇപ്പൊ അടുത്താണ് അത് ആ ഉമ്മ 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ ഞാൻ ചെന്നപ്പം അൽഹംദുലില്ലാ വളരെ സന്തോഷത്തിൽ കുട്ടി മുസ്ലിയാരെ കബറിന്റെ അടുത്ത് തന്നെ ആ ഭാര്യന്റെ ഈ കബർ അവിടെ ഉണ്ട്. അങ്ങനെ പല അലിമീങ്ങളും അങ്ങനെയാണ്. പക്ഷേ മഹാനായ ഇസ്മായിൽ മുസ്ലിയാരെ ഭാര്യനെ യുദ്ധ കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഏതാണ്ട് 2, 3, 4 മാസത്തിന്റെ ഉള്ളിൽ അദ്ദേഹം കൊണ്ടുപോയി. സുഖമായി ഇവിടെ താമസിക്കുന്നു. അപ്പൊ അത്രയും വലിയൊരു തൗഫീഖ് എല്ലാ രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. ഇതിന്റെ കാരണമാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ തയ്യാറായാൽ ആ റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്യുന്ന നിഅമത്ത് പരലോകത്തതല്ല ഞാൻ പറയുന്നത്, അതെല്ലാവർക്കും അറിയാം, സ്വർഗം കിട്ടും. ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്യും. ഇസ്മായിൽ മുസ്ലിയാരുടെ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം നല്ലൊരു പണക്കാരനാണ്. എന്റെ അഭിപ്രായം സാമ്പത്തികമായൊരു ക്ഷീണം അദ്ദേഹത്തിനില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് സമ്പത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ധാരാളം ഇൽമ് അല്ലാഹു തആല അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബുദ്ധി, ഏവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ചർച്ച ചെയ്യാനുള്ള കഴിവ് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ 5 വയസ്സിൽ തുടങ്ങിയ വിജ്ഞാനം ഈ മരണം വരെ ഒരു മാസം പോലും മുടങ്ങിപ്പോകാത്ത രീതിയിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ മർക്കസ് അയാൾ പോകുന്നത് എറണാകുളത്ത് ആശുപത്രിയിൽ പോയി തിരിച്ചിവിടെ വന്ന് മരിച്ചിട്ടുള്ളൂ. അത് 2, 3, 4 ദിവസേ അതിനിടയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഖദർസിന്റെ ഇടയിൽ ആർക്കും വരുന്ന ലീവല്ലേ. ആ ഇൽമ് ഖിയാമത്ത് നാൾ വരെ തുടരാൻ പറ്റുന്നൊരു സംവിധാനം അദ്ദേഹം ഇവിടെ ഏർപ്പാട് ചെയ്തു. ആർക്കായത് കഴിഞ്ഞത്? അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ ഭൂമിയിൽ സമ്പത്തിൽ അദ്ദേഹം ഒരു പള്ളി, ദർസിന് ആവശ്യമായ സൗകര്യങ്ങള്, നല്ല ഒന്നാന്തരം ഒരു കുത്തുബ്ഖാന. ഇപ്പൊ അദ്ദേഹത്തിന്റെ മക്കളും പ്രിയപ്പെട്ട ശിഷ്യന്മാരും മുഹിബ്ബീങ്ങളും അത് വളർത്തിക്കൊണ്ടുവരികയാണ്. ഖിയാമത്ത് നാൾ വരെ ആ ഇൽമ് ഇവിടെ നിലനിർത്താൻ, അതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് കിടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് കഴിവ് കൊടുത്തു. ഖബറിൽ കിടക്കുന്ന ആളുകൾ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമെന്ന് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയതാണ്. ഹബീബുൻ നജ്ജാർ എന്നൊരു വലിയ മഹാന്റെ ചരിത്രം സൂറത്ത് യാസീൻ അല്ലാഹു പറയുന്നുണ്ട്. ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുഖറബീൻ. മഹാനായ ഹബീബുൻ നജ്ജാർ ദീനിന് വേണ്ടി ഏറെ ത്യാഗം ചെയ്തൊരു മഹാനാണ്.
പല പ്രയാസങ്ങളും ജീവിതത്തിൽ അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുപോയി മരണപ്പെട്ടതിന് ശേഷം ആളുകൾ മറവ് ചെയ്തു. അല്ലാഹു തആല പറയുന്നു സൂറത്ത് യാസീനിൽ ഖീല ദുഖുലിൽ ജന്ന. ആ ഖബർ അല്ലാഹു തആല അദ്ദേഹത്തിന് സ്വർഗ്ഗത്തോപ്പാക്കി കൊടുത്തു. അദ്ദേഹം മരണപ്പെട്ട് ഖബറിൽ വന്നതോടുകൂടെ ആ ഖബറിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, സ്വർഗ്ഗത്തോപ്പല്ലേ? എന്തൊരു സുഖമുള്ള വീട്! ഈ സ്വർഗ്ഗത്തോപ്പ് എന്ന് പറഞ്ഞാൽ എത്ര മഹത്വമുള്ളതാണ്, എത്ര സുഖമുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നം കനൗമത്തിൽ അറൂസ്. വലിയ സന്തോഷത്തോടെ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കാലങ്ങളോളം ആഗ്രഹിച്ച് തെരഞ്ഞു നടന്ന് അവസാനം കിട്ടി. ആ പെൺകുട്ടിയുടെ കൂടെ ആദ്യ രാത്രിയിൽ കഴിയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ആ പെൺകുട്ടിന്റെ കൂടെ കഴിയുന്നത് പോലെ നം ഖനൗമത്തിൽ അറൂസ്, നിങ്ങളിവിടെ വിശ്രമിച്ചുകൊള്ളുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി അല്ലാഹു ഏർപ്പാട് ചെയ്ത ഹബീബുൻ നജ്ജാർ പറഞ്ഞത്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ വഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹുവേ, ഞാനിവിടെ വിശ്രമിക്കുകയാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുള്ളതാ, യാ ലൈത ഖൗമി യഅലമൂൻ. എന്റെ നാട്ടുകാർക്ക് നീ മനസ്സിലാക്കി കൊടുക്കണം, എന്റെ നാട്ടുകാർക്ക് നീ അറിയിച്ചു കൊടുക്കണം. ഞാൻ ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ചപ്പോൾ ആ പ്രവർത്തനത്തിന്റെ പേരിൽ എനിക്ക് നീ തന്ന പവർ, ഒന്നാമത്തത് ബിമാ വഫറ ലി റബ്ബി, എന്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തന്നു. അമ്പിയാക്കന്മാരല്ലാത്ത മഹാന്മാരായിരുന്നാൽ തന്നെയും ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ജല്ലത്തുകളും പാപങ്ങളും സംഭവിക്കും. അത് പൊറുക്കാൻ വേണ്ടി നിസ്കാരത്തിൽ നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാറിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുത്തു. ബിമാ വഫറ ലി റബ്ബി, എന്റെ റബ്ബേ, എന്റെ പ്രവർത്തനത്തിന്റെ നന്മ കൊണ്ട് എന്റെ ദോഷങ്ങൾ നീ എനിക്ക് പുറത്തു തന്നു. വജഅലനീ മിനൽ മുക്രബീൻ, ഖറാബത്തുള്ളവരുടെ പട്ടികയിൽ നീ എന്നെ ഉൾപ്പെടുത്തി. ഈ വിവരം എന്റെ നാട്ടുകാർക്ക് അറിയിച്ചു കൊടുക്കണമെന്ന്, എന്റെ കൗമിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഹബീബുൻ നജ്ജാർ പറയുന്നു. പറയുക മാത്രമല്ല, ആ പറഞ്ഞ കാര്യം അല്ലാഹു തആല പരിപൂർണമായി ഏറ്റെടുത്ത് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല ലോകത്തോട് പറയുന്നു, എന്റെ ഹബീബ് എന്നോട് പറഞ്ഞതാണ്, ബിമാ വഫറ ലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. ഈ കാര്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്കൊന്ന് മനസ്സിലാകും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു തആലാന്റെ ഇട്ടറാസന്മാര് അവർ ഖബറിൽ കിടക്കുകയാണെങ്കിലും ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു അവര്. ഖബറിലും ആ പ്രവർത്തനം തന്നെ തുടരുന്നു എന്നല്ലേ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ടത്. ഇത് സംഭാവന എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റഹീം സാഹിബിന്റെ മാതൃക നല്ല മാതൃകയാണ്. പൈസ തന്നിട്ട് എന്നെ കൊണ്ടതിലേക്ക് ഇടിക്കാൻ. ഞാൻ പണ്ട് ബഹുമാനപ്പെട്ട കൂറ്റനാട്, അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ, കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു സംഭവമാണ്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അദ്ദേഹം നാട്ടിലേക്ക് എന്നെ വേദന ക്ഷണിച്ചിരുന്നു, മുജാഹിദിന്റെ അതിൽ അന്ന് കുറേ ചെറുപ്പത്തിൽ. കൂറ്റനാടിന്റെ വേദനയിൽ അയാൾ വന്നിട്ട് ഒരു 50 പൈസ എന്റെ കയ്യിൽ തന്ന് ഇതിലേക്ക് ഇട്ടേക്കീന്ന് പറഞ്ഞു. അന്ന് 50 പൈസ വലിയതാണ്, നേരത്തെ 100 ഒന്നല്ല. അപ്പൊ അങ്ങനെ അതൊരു പാരമ്പര്യമാണ്, തക്കേടൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ കയ്യിൽ കിട്ടിയിട്ടിട്ടാ കയ്യില, നിങ്ങളെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് എല്ലാവരും അതിലിടണം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പദ്ധതിയും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാർ ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർ ഖബറിലും ആ പ്രവർത്തനം തുടരുകയാണ്. അതാണ് ആ ഹബീബുൻ നജ്ജാർ പറഞ്ഞത്, യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ വഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രബീൻ. എന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു തന്ന് കറാമത്തുള്ളവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഈ ലോകത്തിനെ അറിയിച്ചു കൊടുക്കണം.
അപ്പൊ ഖബറിൽ കിടന്നിട്ട് ചിന്തിക്കുന്നു എന്നല്ലേ പറയുന്നതിന്റെ അർത്ഥം? ദുനിയാവിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടി. ആ കാര്യം ബഹുമാനപ്പെട്ട ഹബീബ് നജ്ജാറുണ്ടായ ആ സംഭവം അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞു, ഹബീബ് നജ്ജാറുണ്ടായ കറാമത്ത് എന്താ? وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة وإذا هم خامدون. ഹബീബ് നജ്ജാറിന്റെ കറാമത്ത് പറയുന്നത് കോഴിക്കോട്ടെ ഖാദിയല്ല. ഹബീബ് നജ്ജാറിനുള്ള കറാമത്ത് പറയുന്നത് വേറെ ഏതെങ്കിലും മുസന്നിഫീങ്ങളല്ല. ഹബീബ് നജ്ജാറുണ്ടായ കറാമത്ത് പറയുന്നത് ഏതെങ്കിലും ഇമാമിയങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹബീബ് നജ്ജാറിന്റെ കറാമത്ത് നിങ്ങൾ കണ്ടോ? വമാ അൻസൽനാ അലാ ഖൗമിഹി. ആ ഹബീബ് നജ്ജാറിനെ ആക്രമിച്ച ആളുകളുണ്ടായിരുന്നു. എത്ര ഉപദേശിച്ചിട്ടും അവർ നന്നായില്ല. ആ ഉപദേശമൊക്കെ സൂറത്ത് യാസീൻ അതിന്റെ മുമ്പിൽ വിരിക്കുന്നുണ്ട്, ഞാനത് പറയേണ്ടില്ല, നിങ്ങൾക്കറിയാം. എത്ര ഉപദേശിച്ചിട്ടും ഹബീബ് നജ്ജാറിനെ അവർ കൈയൊഴിക്കുന്നില്ല. ഹബീബ് നജ്ജാറിനെ കൊല്ലാൻ തന്നെയായിരുന്നു ഒരു ശ്രമമുണ്ടായിരുന്നത്. അങ്ങനെ ഹബീബ് നജ്ജാറിനെ അവർ കൊന്നു. ആ ഹബീബ് നജ്ജാർ മരണപ്പെട്ടതിന് ശേഷം അല്ലാഹു പറയുന്നു, വമാ അൻസൽനാ അലാ ഖൗമിഹി. ആ ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്തുനിന്ന് മലായിക്കത്തിനെ ഇറക്കിയിട്ടല്ല കൊന്നത്, അവരെ അല്ലാഹു തആല കൊന്നുകളഞ്ഞു. ഇൻ കാനത് ഇല്ലാ സൈഹത്തൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ഒരൊറ്റ ഒച്ച, ഒരു വലിയ ശബ്ദം പുറപ്പെടുവിച്ച ആ ശത്രുക്കളെ മുഴുവനും അവിടെ അല്ലാഹു തആല കൊന്നുകളഞ്ഞു. ഹബീബ് നജ്ജാറിന്റെ കറാമത്താണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ ഹബീബ് നജ്ജാർ മരണപ്പെട്ടതിന് ശേഷമാണ് ഈ കറാമത്തുണ്ടായത്. അതുകൊണ്ട് മഹാന്മാര് രേഖപ്പെടുത്തി, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമല്ല, മരണത്തിന്റെ ശേഷവും അവർക്ക് കറാമത്തുണ്ടാകും. അവരെ കറാമത്ത് ഇവിടെ നിലനിൽക്കും. അതാണ് ഈ ഹബീബിന്റെ സംഭവത്തിലൂടെ സൂറത്ത് യാസീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കറാമത്ത് മരണത്തോടെ അവസാനിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ കറാമത്ത് ഇവിടെ വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഇപ്പം മുജാഹിദ് വരുന്നു, കറാമത്ത് മുറിഞ്ഞു പോകും. കേരളത്തില് ആദ്യമായി നടന്ന വാദപ്രതിവാദം നാദാപുരത്ത് വെച്ചാണ്. സുന്നികൾ ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ആയഞ്ചേരിയിലെ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദ്, അങ്ങനെ ഏതാനും ബക്തിയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗത്തും KM മൗലവി, KK ജമാലുദ്ദീൻ മൗലവി തുടങ്ങിയ ഏതാനും മുജാഹിദ് പണ്ഡിതന്മാരും കൂടി ആദ്യമായി കേരളത്തിൽ നടന്ന വാദപ്രവാദം നാദാപുരത്ത് വെച്ചാണ്. ആ വാദപ്രവാദത്തിലെ വിഷയവും ഇതാണ്. മരിച്ചുപോയ മഹാന്മാർ, ഔലിയാക്കള് മരണത്തോടുള്ള കറാമത്ത് മുറിയുമോ മുറിയൂലേ, ഇതായിരുന്നു ചർച്ച. ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു മുറിയില്ല. KM മൗലവി അടക്കമുള്ള നേതാക്കൾ സംസാരിച്ച KK ജമാലുദ്ദീൻ മൗലവിയാണ്, അയാളാണ് അക്കൂട്ടത്തിൽ നല്ല പ്രാസംഗികൻ. അയാൾ പറഞ്ഞു മുറിഞ്ഞു പോകും. അങ്ങനെ ആദ്യമായി നടന്ന കറാമത്താണത്. വാദപ്രവാദം കറാമത്തായി മാറി അർത്ഥം. ആദ്യം നടന്ന വാദപ്രവാദം. പക്ഷേ വാദപ്രവാദം മുജാഹിദും ജമാഅത്തും എല്ലാ അലവരാതി കമ്പനികളും ഏകോപിച്ചുകൊണ്ടാണെങ്കിൽ അവിടെയും ഒരു കറാമത്ത് കടന്നു. KK ജമാലുദ്ദീൻ മൗലവി മുജാഹിദിന്റെ വലിയ പ്രാസംഗികനാണ്. അദ്ദേഹമാണ് വാദപ്രവാദത്തിന്റെ നേതൃത്വം. അയാൾ വായിച്ച ഇമാരത്ത് മാറിപ്പോയി. ഹൗദിന്റെ ഒരു ഇമാരത്തായിരുന്നു അദ്ദേഹം വായിച്ചിരുന്നത്. ആ ഇമാരത്തിൽ
വരി മാറിപ്പോയി. ആ മനുഷ്യൻ വായിച്ചപ്പോ വായിച്ചത് ലാ തങ്കത്തിയുൽ കറാമത്തു എന്ന വരിയായിപ്പോയി. കീല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ, ഇബാറത്ത് ആ കിതാബിലുണ്ട്. പക്ഷേ അത് വായിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും അയാൾ വായിച്ചത് നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ തൗഫീഖ് അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് അല്ലാഹു നൽകുന്ന സഹായം. സുന്നി പണ്ഡിതന്മാര് കുത്തുബി അടക്കമുള്ള തറക്കണ്ടി അടക്കമുള്ളവർ പറയുന്നു കറാമത്ത് മുറിയില്ല. ഈ മുജാഹിദിന്റെ വലിയ KM മൗലവി അടക്കമുള്ള നേതാക്കൾ പറയുന്നു കറാമത്ത് മുറിഞ്ഞു പോകും. എന്താണ് തെളിവ് എന്ന് തറക്കണ്ടി ചോദിച്ചപ്പോ ഈ ജമാലുദ്ദീൻ മൗലവി വായിച്ച ഇബാറത്ത് മാറിപ്പോയി. അയാൾ വായിച്ചില്ല തങ്കത്തിയുൽ കറാമത്ത് എന്നായിപ്പോയി. ലാ തങ്കത്തിയുൽ കറാമത്ത് എന്നാ കറാമത്ത് മുറിയില്ലെന്നാണല്ലോ അയാളെ വാദം. കറാമത്ത് മുറിയുമെന്നാണ്. പക്ഷേ അതൊരു കറാമത്തായി മാറി. അയാൾ വായിച്ചപ്പോൾ ലാ തങ്കത്തിയൊന്ന് വായിച്ചു. ലാ തങ്കത്തിയൊന്ന് വായിച്ചപ്പോൾ മുസ്ലിയാക്കന്മാർക്കറിയാം, ഞാനത് വിശദീകരിക്കണ്ട. തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലാ കട്ടതോ വിട്ടതോ, വായിച്ചത് ലാ തങ്കത്തിയോ കറാമത്ത് മുറിയില്ല, വാദിക്കുന്നത് കറാമത്ത് മുറിയും. അതുകൊണ്ട് അല്ല എവിടെ പോയി എന്ന് തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ് ആദ്യമായി ചോദിച്ചത്. ഇതോടുകൂടെ സംഗതി ആകെ കഴിഞ്ഞു, വാദപ്പാട് അവസാനിച്ചു പോയി. മുജാഹിദ് ഇബാറത്ത് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പലരും പറഞ്ഞു മുജാഹിദ് ലാ കട്ടു. അമുസ്ലിമീങ്ങൾ നാദാപുരത്തല്ലേ ഒരു വാദപ്പാദം, ഒരു പുതിയ സംഭവമായതുകൊണ്ട് ധാരാളം അമുസ്ലിമീങ്ങൾ പങ്കെടുത്തിരുന്നു സദസ്സിൽ. ഓൽക്ക് ഈ ലാമ് എന്ന് പറഞ്ഞാൽ ഓൽക്ക് അത് അങ്ങനെ മനസ്സിലാവില്ല. നമ്മളെ മദ്രസയിൽ പഠിച്ചിട്ടാണ് ഈ ലാമും ബാവും താവും ഒക്കെ പഠിച്ചത്. ഇവര് ലാമ് കട്ടു എന്ന് പറഞ്ഞപ്പോ അമുസ്ലിമീങ്ങൾ മനസ്സിലാക്കി ലാമ്പ് കട്ടു എന്നാണ്. ലാമ്പ് എന്ന് പറഞ്ഞാൽ വിളക്ക് എന്നാണ് അതിന്റെ അർത്ഥം. വിളക്ക് കട്ടു, മുജാഹിദ് വിളക്കും കട്ടുകൂടി എന്നാണ് പിന്നത്തെ പ്രചരണം ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നു, നിങ്ങൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഔലിയാക്കള്, അല്ലാഹു നൽകുന്ന പവറ് മരണത്തോടെ അവസാനിക്കുന്നില്ല. ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറഞ്ഞു, ഒരു നല്ല വ്യക്തി മരണപ്പെട്ടാൽ ആ മനുഷ്യന്റെ റൂഹ് അയാളുടെ ബോഡിയിലുള്ള അവസ്ഥ അല്ല, ബോഡിയിൽ നിന്ന് റൂഹ് വിട്ടുപിരിഞ്ഞാൽ വഇന്ന അംറൽ അർവാഹി മിൻ ജിൻസി അംറിൽ മലായിക. നോക്ക് നിങ്ങൾ, ഇത് പറഞ്ഞത് അശ്അരി ഇമാമല്ല, ഇമാം റാജി തങ്ങളല്ല, ഇബ്നു ഹജർ ഹൈതമിയോ ഇമാം നവവിയോ അല്ല. മുജാഹിദ് കെട്ടിപ്പടുത്ത ഇബ്നു തൈമിയ പറഞ്ഞതാണ് ഫഇന്ന അംറൽ അർവാഹി മിൻ ജിൻസി അംറിൽ മലായിക. ആത്മാവുകൾ ബോഡിയിൽ നിന്ന് പിരിഞ്ഞാൽ ആ ആത്മാവുകൾ, അർവാഹുകൾ സ്വതന്ത്രരാണ്. അവർക്ക് അല്ലാഹു തആല ധാരാളം കഴിവ്, ജീവിതത്തിലില്ലാത്ത കഴിവ് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്തില്ലാത്ത കഴിവ് അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. ഫഇന്ന അംറൽ അർവാഹ് മിൻ ജിൻസി അംറിൽ മലായിക. മലായികത്തിന്റെ പവറാണ് മരിച്ചുപോയ മഹാന്മാരുടെ അർവാഹിനുള്ളത്, നല്ല ആലിമീങ്ങൾ അർവാഹിനുള്ളത്, സ്വാലിഹീങ്ങളുടെ അർവാഹിനുള്ളത്. അവര് നമ്മളെ ശബ്ദം കേൾക്കുമെന്ന് മാത്രമല്ല, അവിടെ നിൽക്കുന്ന ദർസ് കാണുമെന്ന് മാത്രമല്ല, ഇബ്നു തൈമിയ ഇതിനെ മുഴുവനും എതിർത്തുകൊണ്ടിരിക്കുന്ന മുജാഹിദുകള്. അവർക്ക് മുജാഹിദിസം പഠിപ്പിച്ച ഇബ്നു തൈമിയ പറയുന്നു ഫില്ലഹ്വത്തിൽ വാഹിദ തസ്അദു ഇല സമാഇ സബിയ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെട്ടാൽ അവിടെ അർവാഹുകൾ ഏഴാനാകാശത്തേക്ക് കയറും ഒരു സെക്കൻഡ് കൊണ്ട്. അതേ സമയത്ത് തന്നെ വേണമെങ്കിൽ ഭൂമിയിലേക്കും അവരിറങ്ങി വരും. അല്ലാഹുവിന്റെ ഔലിയാക്കളെ പവറാണ് ഇബ്നു തൈമിയ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവ പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഫിൽ ലഹ്വത്തിൽ വാഹിദ തസ്അദു ഇല സമാഇ സബിയ. ഒരു സെക്കൻഡിൽ അവർക്ക് ഏഴാനാകാശത്തേക്ക് കയറാനും ഭൂമിയിലേക്ക് ഇറങ്ങി വരാനും കഴിയും. അത്രയും വലിയ കഴിവ് അർവാഹുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ഇത് മലായികത്തിനെ അവിടാണ് ഉദാഹരിച്ചിട്ടുള്ളത്. മലായികത്തിന് കഴിവുണ്ട് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല. മലായികത്തിന് ചിന്തിച്ചോക്ക്, ഈ നെല്ലിക്കുത്ത് പ്രദേശത്ത് അയാൾ മരിക്കുമ്പോ അയാൾ റൂഹ് പിടിക്കുന്നത് ഇസ്രായീൽ അലൈഹിസ്സലാമാ. അമേരിക്കയിൽ ഇതേ സമയത്ത് ഒരാൾ മരിച്ചാലോ അയാൾ റൂഹ് പിടിക്കുന്നു ഇസ്രായേൽ തന്നെയല്ലേ?
ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ മരണം നടക്കുന്നുണ്ടെങ്കിലും അവിടെ മുഴുവൻ റൂഹ് പിടിക്കുന്നത് ഇസ്രായേലല്ലേ? അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ ഇസ്രായേലിന് കഴിയുന്നുണ്ടെങ്കിൽ ഇതാണ് മഹാന്മാരായ ഔലിയാക്കളാവട്ടെ, അലിമീങ്ങളാവട്ടെ, സാലിഹീങ്ങളാവട്ടെ, അവരുടെ അർവാഹിന് അല്ലാഹു നൽകുന്നത്. ഇത് ഇബ്നു തൈമിയ പറഞ്ഞുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇബ്നു തൈമിയ നമ്മളാണല്ലോ. പക്ഷേ ഇബ്നു തൈമിയ ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇമാം ബുഖാരിന്റെ ഹദീസ് ഇതിന് തെളിവാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചു. ഇമാം ബുഖാരിന്റെ ഹദീസിന് തെളിവാണ്. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ സംഭവമാണ് ആ മനുഷ്യൻ പറഞ്ഞത്. ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ മുഴുവൻ അമ്പിയാക്കന്മാരും ബൈത്തുൽ മഖ്ദിസ് എന്ന പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് അവർ റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മൂസാ നബിയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബറിന്റെ അരികത്ത് മഹാനായ റസൂലുള്ളാഹി ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു യുസല്ലി ഖായിമൻ ഫീ ഖബരിഹി. ഞാൻ ആ ഖബറിന്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി. ഖബറിന്റെ ഉള്ളിൽ നിന്ന് മൂസാ നബി നിന്ന് നിസ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. വേറെ ഏതെങ്കിലും ഹദീസ് പറഞ്ഞാൽ ലൈഫാണോ എന്ന് സംശയിക്കാം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ മൂസാ നബിയുടെ ഖബറിന്റെ അടുത്ത് ചെന്നപ്പോ യുസല്ലി ഖായിമൻ ഫീ ഖബരിഹി. മൂസാ നബി കിടന്നിട്ടല്ല നിസ്കരിക്കുന്നത്. രോഗം ബാധിച്ച് മരിച്ച ആൾക്ക് കിടന്ന് നിസ്കരിച്ചാൽ മതി, ഇരുന്ന് നിസ്കരിച്ചാൽ മതി. പക്ഷേ രോഗം മാറിപ്പോയി. മരിച്ചതോടുകൂടെ മരണത്തോടെ രോഗം മാറിപ്പോയി. അതുകൊണ്ട് തന്നെ യുസല്ലി ഖായിമൻ ഫീ ഖബരിഹി. ഖബറിൽ വെച്ച് മൂസാ നബി ഒന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സെക്കൻഡ് കൊണ്ട് ആകാശങ്ങളിൽ യാത്ര തുടർന്നപ്പോ നിങ്ങൾ ചിന്തിച്ചോ, ആ ആകാശങ്ങളിലൊക്കെ ഈ അമ്പിയാക്കന്മാരെ കാണുന്നുണ്ട്. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് ഇബ്നു തൈമിയ പറഞ്ഞത് മരണത്തോടുള്ള മനുഷ്യന് കൈകൂടുകയാ, കറാമത്ത് മുറിയുകയല്ല, കറാമത്ത് വർദ്ധിക്കുകയാ. സൂറത്ത് യാസീൻ പഠിപ്പിച്ചോമതാ ഞാൻ പറഞ്ഞു വന്നതാ. നിങ്ങൾ ചിന്തിച്ചോക്ക്, ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർക്ക് അല്ലാഹു ചെയ്ത പവറല്ലേ. 5 വയസ്സ് മുതൽ തുടങ്ങി പഠനം, ആ പഠനം മരണം വരെ നുള്ളർന്നു. അങ്ങ് രോഗമായി അവശതയിൽ കടന്നുപോയിട്ടില്ല. പലരും അങ്ങനെയല്ലേ, മാസങ്ങളോളോ അല്ലെങ്കിൽ വർഷങ്ങളോളം രോഗമായി കിടക്കുന്നവർ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അദ്ദേഹം അവസാനം വരെ ദർസ് നടത്തി. മർക്കസ് തഹസ്സുസിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ മരിച്ചു. ആ ദർസ് ഇപ്പോഴും അവിടെ തുടരുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയ പള്ളിയല്ലേ, ആരൊക്കെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അയാളുണ്ടാക്കിയ പള്ളിയിൽ, അയാളെ കുത്തുബുഖാനയിൽ അയാളെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ദർസ് ഇപ്പോൾ നടക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നു, ഖിയാമത്ത് നാൾ വരെ ഈ ദർസ ആ ഇൽമുമായുള്ള ബന്ധമല്ലേ അവിടെ നടക്കുന്നത്. ഇത് അല്ലാഹു തആല അദ്ദേഹത്തിന് ചെയ്ത പവറാ. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഒറ്റക്കാരെ നിങ്ങൾ ചിന്തിക്കണം. മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പവർ വളരെ വലുതാ. അല്ലാഹുവിന് നമ്മളോട് അത്രയും വലിയ സ്നേഹമാണ്. നമ്മൾ ഇക്കാര്യം ചിന്തിക്കാറില്ല. നമ്മൾ സ്നേഹം മറ്റു പലരിലുമാണ് കാണുന്നത്. അല്ലാഹു മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ, അല്ലാഹു മനുഷ്യരെ ബഹുമാനിക്കുന്നത് പോലെ ലോകത്തൊരു വസ്തു മനുഷ്യരെ ബഹുമാനിക്കുന്നില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കും, പരിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വലഖദ് കറംനാ ബനി ആദം. ആദം നബിയുടെ മക്കളെ നമ്മൾ ആദരിച്ചു. സൃഷ്ടാവായ റബ്ബാണ് ഈ പറയുന്നത്. സൃഷ്ടിച്ച, ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന, സൗകര്യങ്ങൾ മുഴുവനും ചെയ്ത അടിമകളെ പറ്റി അല്ലാഹു പറയുന്നു, വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ മക്കളെ നമ്മൾ ആദരിച്ചിരിക്കുന്നു. സാധാരണ ഇതിൽ നിങ്ങൾ ചിന്തിച്ചോ, ചെറിയവരാണ് വലിയവരെ ആദരിക്കാറുള്ളത്. മാതാപിതാക്കളെ ആദരിക്കും മക്കള്, ഗുരുനാഥന്മാരെ ആദരിക്കും വിദ്യാർത്ഥികളാ, ഔലിയാക്കളെയും ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആദരിക്കും സാധാരണക്കാർ, നാട്ടിന്റെ ഉമറാക്കളെ ആദരിക്കും മറ്റ് സാധാരണക്കാർ, അമ്പർമാർ. മേൽപോട്ടാണ് ഈ ആദരവ്, തായോട്ടല്ല. അതേസമയത്ത് ചിന്തിച്ചൊക്കെ ആദം, ഈ ആദമിനെയും മക്കളെയും നമ്മൾ ആദരിച്ചിരിക്കുന്നു, സ്നേഹിച്ചു എന്ന് മാത്രമല്ല മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന പവർ വളരെ വലുതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് സത്യത്തിൽ ദീനുമായി ആളുകൾ അകന്നു പോകാൻ കാരണം. അത്രയും വലിയ ബഹുമാനവും സ്നേഹവും അല്ലാഹു എന്നല്ലാതെ മറ്റൊരാൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിച്ചോ, ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു ബഹുമാനിച്ചു, അല്ലാഹു സ്നേഹിച്ചോ. സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം നോക്കി നിങ്ങൾ.
ആദം നബിയെ അല്ലാഹു തആല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതാ. ലോകത്തുള്ള മുഴുവൻ വകുപ്പുകളെയും സൃഷ്ടിച്ചതിന് ശേഷം, അന്വയങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം അവസാനത്തിനാണ് മനുഷ്യൻ. ആദം നബിയെ അല്ലാഹു തആല സൃഷ്ടിച്ചു, മണ്ണെന്നാണ് സൃഷ്ടിച്ചത്. നേരത്തെ മണ്ണെടുത്ത് ആ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഊതി ആ മണ്ണ് മനുഷ്യനാക്കി അല്ലാഹു തആല മാറ്റി. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചോ, ഈ മനുഷ്യനാക്കി ആദം നബിയെ ഇവിടെ മാറ്റിയ സമയം ഈ ആദം നബിക്ക് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആദം നബിക്ക് അലൈഹി ഇസ്ലാമിനെ സഹായിക്കാൻ, പരിചരിക്കാൻ ലോകത്താരെങ്കിലും ഉണ്ടോ? ഈ വലിയൊരു ഭൂമിയിൽ ഒരു ആദം നബിന്റെ കഥ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അല്ലാഹു തആല ഒരു ഹവ്വാവിനെ പെട്ടെന്ന് സൃഷ്ടിച്ചു കൊടുത്തു. ആ ആദം നബി അലൈഹി ഇസ്ലാമിനെ സഹായിക്കാൻ തന്നെ. പക്ഷേ ഈ ഹവ്വാവും പുതിയതാണ്, രണ്ടുപേരും പുതിയതല്ലേ. അവർക്ക് ഈ ലോകത്ത് ആരുണ്ട്? ഒരു സന്താനം ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെട്ടാൽ ആ സന്താനത്തിന് പരിചരിക്കാൻ ഉമ്മയുണ്ടാകും, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാകും. നിങ്ങൾ ചിന്തിച്ചോക്ക്, ഈ ആദമനും ഹവ്വാവിനും ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെയും ഹവ്വാവിനെയും കൊണ്ടുപോയി താമസിപ്പിച്ചു സ്വർഗത്തിൽ. നോക്ക് നിങ്ങൾ ഈ മനുഷ്യനോട് അല്ലാഹു തആലയുടെ സ്നേഹം. രണ്ടുപേരെയും അല്ലാഹു കൊണ്ടുപോയി സ്വർഗത്തിൽ താമസിപ്പിച്ചു. ഉസ്കുൻ അന്ത വസൗജുകൽ ജന്നഹ ഫകുലാ മിന്നാ റഗദൽ ഹൈസു ശിഅ്തുമാ. അല്ലാഹു പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട. കാരണം വിഷമമില്ലാത്ത സന്തോഷം മാത്രമുള്ള ലോകമാണ് ഈ സ്വർഗം. പ്രയാസങ്ങളൊന്നും അവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ സ്വർഗലോകത്താണ് ഈ രണ്ടുപേരെയും അല്ലാഹു താമസിപ്പിച്ചിട്ടുള്ളത്. സ്വർഗം നേരത്തെ സൃഷ്ടിച്ചെന്ന ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് വേണ്ടിയാണ്. ഇല്ലെങ്കിൽ എന്തിന് ഈ സ്വർഗം നേരത്തെ സൃഷ്ടിക്കണം? മനുഷ്യന്മാർ ദുനിയാവിൽ ഇബാദത്ത് ചെയ്ത് അവർക്ക് പ്രതിഫലമായി നൽകുന്നതാണ് സ്വർഗം. ഖുർആൻ പറഞ്ഞു, ഉഇദ്ദത്തുൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് സ്വർഗം അല്ലാഹു തആല തയ്യാറാക്കുന്നത്. ആ മുത്തഖീങ്ങളെ നാളെ പരിശോധിക്കും. ചിലർ പരിശോധനയില്ലാതെയും കിടക്കും സ്വർഗത്തിൽ. ഏതായിരുന്നാലും മഹ്ശറക്ക് ശേഷമല്ലേ സ്വർഗത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. ആ കാലഘട്ടത്തിൽ സൃഷ്ടിച്ചാൽ പോരെ സ്വർഗം? അല്ലാഹു തആലക്ക് സ്വർഗം സൃഷ്ടിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇദാ അറാദ ശൈഅൻ ലൻ യഖൂല ലഹു കുൻ ഫയകൂൻ. മാസങ്ങളോളം ജോലി ചെയ്യേണ്ടതില്ല, അതൊക്കെ നമുക്ക് വീട് നിർമ്മിക്കാനാണ്. അല്ലാഹു തആലക്ക് സ്വർഗം സൃഷ്ടിക്കാൻ സെക്കൻഡ് മതി, ഉദ്ദേശിച്ചാൽ മതി. പക്ഷേ ഈ സ്വർഗം അല്ലാഹു നേരത്തെ സൃഷ്ടിച്ചു വെച്ചു. മഹ്ശറയിൽ സൃഷ്ടിച്ചാൽ മതി ഈ സ്വർഗം. എന്തിനീ നേരത്തെ സൃഷ്ടിച്ചു? ആദം നബിയെയും ഹവ്വാവിനെയും താമസിപ്പിക്കാൻ വേണ്ടി തന്നെയാ. മനുഷ്യനുള്ള സ്നേഹം നോക്ക് നിങ്ങൾ. അവരെ ഈ ഭൂമിയിൽ കൊണ്ടുവന്ന് ഒരു പരിചയമില്ലാത്ത രണ്ട് വ്യക്തികള് അവരെ സൃഷ്ടിച്ച ഉടനെ മണ്ണിൽ നിന്ന് മാറ്റപ്പെട്ട കാലഘട്ടത്തില് ഇവർക്ക് അവരെ പ്രയാസമുണ്ടാകും, ഈ ദുനിയാവിൽ വിഷമങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കി സ്നേഹിച്ച റഹ്മാനായ റബ്ബ് മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ അതിരുകൾ ചിന്തിച്ചു നോക്കാം. ആ ആദമിനെയും ഹവ്വാവിനെയും സ്വർഗത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ലഹും മാ യശാഊൻ. ആവശ്യമുള്ളത് മുഴുവനും അവിടുന്ന് കിട്ടും. ആരും കൊണ്ടുതരേണ്ടതില്ല. ഒരുപക്ഷെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരുന്നുണ്ടെങ്കിൽ ബിൽദാനും മുഹല്ലദൂൻ, അതൊരു കറാമത്തിന്റെ ഭാഗമാണ്, ആവശ്യമില്ലതിന്. കുട്ടികൾ കൊണ്ടുവരുന്നു സാധനങ്ങൾ, പക്ഷെ അത് ആ ബഹുമാനത്തിന്റെ ഒരു ഭാഗമെന്നല്ലാതെ അതിന്റെ ആവശ്യമില്ല. സ്വർഗലോകത്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് ലഭിച്ചുകൊള്ളും, ഒരു പ്രയാസവും അതിനില്ലല്ലോ. ആരല്ലേ സ്വർഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്? അപ്പൊ പരിചരിക്കാൻ ആളില്ലെന്ന് തോന്നിയപ്പോ, സഹായിക്കാൻ ആൾ ഈ ദുനിയാവിൽ വേറെ ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോ, ആദമിനെയും ഹവ്വാവിനെയും സ്നേഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആദമിനെ സ്നേഹിച്ചുകൊണ്ട്, മനുഷ്യകുലത്തിനെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് താമസം അല്ലാഹു ഏർപ്പാട് ചെയ്തു സ്വർഗം. അതിനുവേണ്ടിയാണ് ഈ സ്വർഗം നേരത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ പരലോകത്തെ വെച്ച് സൃഷ്ടിച്ചാൽ മതി ആ സ്വർഗം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, മാനവ സമൂഹത്തിന് ഏറ്റവും സ്നേഹം ലഭിക്കുന്ന അർഹമുർ റഹീമായ റബ്ബിൽ നിന്നാണ്. അതിന്റെ ഉദാഹരണങ്ങളല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയത് മുഴുവനും. അല്ലാഹു തആല ആദം നബിയെ ആദരിച്ചു, ഞാൻ പറഞ്ഞു. അത് ഖുർആൻ വിശദമായി വിശദീകരിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. വലഖദ് കറർനാ ബനി ആദം വഹമൽനാഹും ബിൽ ബർരി വൽ ബഹരി വറസഖനാഹും മിനത് തയ്യിബാത്ത്
അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദം നബിയെ അല്ലാഹു ബഹുമാനിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഒരു ചെറിയ സംഭവമല്ല. അല്ലാഹു ബഹുമാനിച്ചു എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഏറ്റവും വലിയ മഹത്തുക്കളാണ് ഈ മലായിക്കത്ത്. ഇബാദുൽ മുഖ്റബൂൻ ലാ യഅ്സുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് പറയുന്നത് നമുക്ക് സുന്നത്തല്ലേ? ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവരല്ലേ ഈ മലായിക്കത്ത്? എന്തൊരു പവറാണ് അവർക്കുള്ളത്! ജീവിതത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു കറാഹത്ത് ചെയ്തിട്ടില്ല. സ്വഹാബിമാരാണ് ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ മഹത്തുക്കൾ, യാതൊരു സംശയവും അക്കാര്യത്തില്ല. അമ്പിയാക്കന്മാരെ മാറ്റിവെച്ചാൽ ഒന്നാം സ്ഥാനം സ്വഹാബിമാർക്കാണ്. പക്ഷെ ഈ സ്വഹാബിമാര് ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് വലിയ വൃത്തികേട് കാണിച്ചവരാണ് പലരും. ബിംബാരാധന പോലും ചെയ്തവരാ. പിന്നീട് അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിച്ചു. ആ റസൂലുള്ളാഹിയുടെ കൂടെ ഒരുമിച്ച് കൂടി എന്ന ഒറ്റക്കാരണത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ മഹത്തുക്കളായി മാറി. ശരിയാണത്. പക്ഷേ മലായിക്കത്തിന്റെ കഥ വ്യത്യാസമല്ലേ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും അവർ ചെയ്തിട്ടില്ല. കൽപ്പിച്ച കാര്യങ്ങൾ 100% പാലിച്ചു. വിരോധിച്ച കാര്യങ്ങൾ പരിപൂർണമായി മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആദരണീയരായ ദാസന്മാർ തന്നെയാ. നിങ്ങൾ ചിന്തിച്ചോ, അല്ലാഹ് ആദരിച്ച ആദമിനെ മലായിക്കത്തിനോടും അല്ലാഹുവിനോടും നിങ്ങൾ ആദരിച്ചേ പറ്റുള്ളൂ. സുജൂദ് ചെയ്ത് ആദരിച്ചു. എന്തൊരാദരവാണ് ഈ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്! ഇന്നൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പാടില്ല. അല്ലാഹു അല്ലാത്തൊരു വസ്തുവിന് സുജൂദ് ചെയ്യാൻ പാടില്ല. അതവിടെ അടഞ്ഞുപോയി അതിന്റെ വാതില്. ഇന്ന് നമ്മൾ ആദരിച്ചാൽ ഏറി വന്നപ്പോ എപ്പിസ്താദ് കൂടി വരികയാണെങ്കിൽ എല്ലാവരും കൂടി എണീച്ചു. ഒരു പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറയും. അവിടെ കഴിഞ്ഞോ വിഷയം. അല്ലെങ്കിൽ അയാളെ കൈ പിടിച്ചിട്ടൊന്ന് മുസാഫഹത്ത് ചെയ്യും. ഒരു നേതാവിന്റെ കൈ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്യും. നമ്മുടെ ആദരവ് അവിടെയാ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നന്നായിട്ടൊന്ന് സൽക്കരിക്കും ഒരു നേരത്തെ ആഹാരം. ആദം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കാൻ മലായിക്കത്തിനോട് അല്ലാഹു കൽപ്പിച്ചപ്പോ അല്ലാഹു പറഞ്ഞ സുജൂദ് ചെയ്യാനാണ്. ഈ മനുഷ്യന് അല്ലാഹു നൽകുന്ന പവർ നോക്കി നിങ്ങൾ. ഈ മനുഷ്യന് അല്ലാഹു നൽകുന്ന സ്ഥാനം എത്ര വലുതാ! ബഹുമാനപ്പെട്ട ഹംദ റളിയല്ലാഹു തആലാന്റെ ചരിത്രം അറിയാത്ത ആരും ഈ സദസ്സിലുണ്ടാവില്ല. ഞാനത് പറയേണ്ട ആവശ്യമല്ല. ഹംദ റളിയല്ലാഹു തആലാന്റെ സംഭവങ്ങൾ നമുക്കറിയാം. ആ ഹംദലിനോട് അല്ലാഹുവിന്റെ റസൂൽ അവസാനമായി പറഞ്ഞ വാക്കെന്താ? ഹംദല, നിങ്ങൾ നേരെ ചൊവ്വേ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആ റബ്ബിന്റെ ചിന്തയിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ലസാഫഹത്തുകുമുൽ മലായിക. മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പവിത്രയാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ? ലസാഫഹത്തുകുമുൽ മലായിക. നിങ്ങളെ കൈ ഹംദലിനോടാണ്. മുർഖംലനായ ഒരു സ്വഹാബിയല്ലേ, മനുഷ്യവകുപ്പിൽപ്പെട്ട ആളല്ലേ. ഹംദലിനോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലസാഫഹത്തുകുമുൽ മലായിക. നിങ്ങളെ കൈ പിടിച്ചിട്ട് മലായിക്കത്ത് മുസാഫഹത്ത് ചെയ്ത് ബർക്കത്ത് കൊടുക്കും. എന്തിനീ മഹാന്മാരെ കൈ പിടിക്കുന്നത്? ഒരു ബർക്കത്തെടുക്കലാണത്. മഹത്തുക്കളെ കയ്യേ നമ്മളങ്ങനെ മുസാഫഹത്ത് ചെയ്യാറുള്ളൂ. ഏതെങ്കിലും മണ്ടന്റെയും അടകോടന്റെയും കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യാരെങ്കിലും? മഹാന്മാരെ കൈ പിടിച്ചിട്ടാണ് ഈ മുസാഫഹത്ത് ചെയ്യുന്നത്. എന്തിനാ? ആ കൈയൊന്ന് പിടിച്ചാൽ അല്ലെങ്കിൽ ആ കൈയൊന്ന് ചുംബിച്ചാൽ നമുക്ക് ബർക്കത്തുണ്ടാവുമെന്ന് ചിന്തിച്ചിട്ടാ. മലായിക്കത്ത് ബർക്കത്തെടുക്കുന്നു നിങ്ങളെ കൊണ്ട്. ലസാഫഹത്തുകുമുൽ മലായിക. മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പവർ എത്രയാണ് പ്രിയപ്പെട്ട വദർമാരെ! പലപ്പോഴും ഈ കാര്യം നമ്മൾ ചിന്തിക്കാറില്ല എന്നതാണ് കേസ്. അത്ര പവർ നൽകപ്പെട്ട ഒരു വിഭാഗം ഇവിടെ വേറെയില്ല. ഔലിയാക്കൾ വെറുതെയാണോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്? ആലിമീങ്ങളുടെ പവർ വെറുതെയാണോ? നല്ല മനുഷ്യന്മാരെ മലായിക്കത്ത് വന്ന് മുസാഫഹത്ത് ചെയ്യുന്ന പരുവത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാ. ആ മഹാന്മാരെ കൊണ്ട് മലായിക്കത്താണ് ബർക്കത്തെടുക്കുന്നത്, ഒരു സാധാരണ മനുഷ്യന്മാരല്ല. മാത്രമാണോ നിങ്ങൾ ചിന്തിച്ചതോ? ഈ പ്രപഞ്ചം അല്ലാഹു തആല സൃഷ്ടിച്ചതല്ലേ? നേരത്തെ അല്ലാഹു മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാഹു തആല ഖദീമല്ലേ? എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാ. അല്ലാഹു മൗജൂദുൽ ഖദീമുൽ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. എല്ലാം അവൻ സൃഷ്ടിച്ചതാ. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ആർക്കും സംശയമില്ല.
അള്ളാഹു പേര് പറയുന്നുണ്ടോ ഇല്ലേ എന്നതല്ലാതെ ഇതൊക്കെ ആരോ സൃഷ്ടിച്ചതാണ്, നമ്മളല്ല എന്നെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ യുക്തിവാദിന്റെ ഇവിടെ ആൾ ദൈവങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ചോ, ഈ യുക്തിവാദിക്ക് അവകാശമുണ്ടോ ഭൂമി ഞാനാ സൃഷ്ടിച്ചതെന്ന്? അല്ലെങ്കിൽ എന്റെ പ്രസ്ഥാനത്തിന് നേതാവാ സൃഷ്ടിച്ചതെന്ന്? ഏതെങ്കിലും നേതാക്കൾ പറയുന്നുണ്ടോ നമ്മളെ പ്രസിഡന്റ് സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയെന്ന്? ആൾ ദൈവങ്ങൾ പറയുന്നുണ്ടോ ഞാനാണ് ഈ ഭൂമി സൃഷ്ടിച്ചതെന്ന്? ഒരു കുട്ടിയും പറയില്ല, അവകാശപ്പെടൂല. അത് മഹാവിഡിത്വമായി, വലിയ വിഡിത്വമായി മാറുകയാ. സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാണ് അല്ലാഹു ഈ വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ചത്? ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, മനുഷ്യർക്ക് വേണ്ടിയാ. മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പവർ ചെറുതാണോ? ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഇത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാ. ഒരെണ്ണം പോലും അല്ലാഹു തആലക്ക് ആവശ്യമില്ല. എത്ര തെങ്ങുണ്ട് നമ്മുടെ നാട്ടിൽ? ഒരു ഇളനീര് പോലും അല്ലാഹു തആലക്ക് വേണ്ട. ഈ വിശാലമായ സമുദ്രത്തിൽ നിങ്ങൾ ചിന്തിച്ചോക്ക്, എത്ര മത്സ്യമുണ്ട്? ഈ മത്സ്യം മുഴുവനും ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയാ. ഓരോരുത്തന്റെ നാട്ടിൽ മത്സ്യം എത്തുകയാണ് വൈകുന്നേരവും രാവിലെയും നമുക്ക് കറി വെക്കാൻ. സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. മത്സ്യത്തിനെ സൃഷ്ടിക്കുന്നതിൽ നമുക്കൊരു പങ്കുമില്ല. നാട്ടിൽ വളർത്തുന്ന ഒരു ജീവിയാണെങ്കിൽ ചെറിയൊരു പങ്ക് നമുക്കുണ്ടെന്ന് ഊഹിക്കാം. ഈ സമുദ്രത്തിൽ വളർന്നു വരുന്ന മത്സ്യത്തെപ്പറ്റി നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ സൃഷ്ടിച്ചതല്ല, അതൊന്നും നമ്മൾ സൃഷ്ടിച്ചതല്ല. പക്ഷെ അതിന്റെ വളർച്ചയിൽ ചിലപ്പോൾ നമുക്ക് പങ്കുണ്ടാവും. ശരീരത്തിലൊക്കെ സമുദ്രത്തിലെ മത്സ്യത്തിന്റെ വളർച്ചയിൽ നമുക്കൊരു പങ്കുമില്ല. അതിന് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളല്ല. അർഹമുർ റഹീം മുഴുവൻ മത്സ്യങ്ങളെ സൃഷ്ടിച്ചു. അതിന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല ചെയ്തു കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക, ഈ മത്സ്യങ്ങളെ മുഴുവനും ആർക്ക് വേണ്ടി സൃഷ്ടിച്ചു? ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, നമുക്ക് വേണ്ടിയാ. ഒരെണ്ണം പോലും അല്ലാഹുവിന് വേണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളെ അല്ലാഹു സ്നേഹിച്ചത് എത്ര വലിയ രീതിയിലാണ്. ആരാണ് ഈ രൂപത്തിൽ നമ്മളെ വേറെ സ്നേഹിക്കാനുള്ളത്? അല്ലാഹു തആലാന്റെ ഇബാദുകൾ, ദാസന്മാർ അല്ലാഹു തആല ബഹുമാനിച്ചു, അവൻ സ്നേഹിച്ചു, അവൻ ആദരിച്ചു. ഏറ്റവും വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി, മനുഷ്യർക്ക് നൽകി. മാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് മർക്കസ് സഖാവത്ത് സുന്നിയുടെ സമസ്തന്റെ വൈസ് പ്രസിഡന്റ് തങ്ങൾ വരുന്നുണ്ട്. മനുഷ്യൻ അല്ലാഹു നൽകുന്ന കഴിവ് നമ്മൾ ചിന്തിക്കണം. ഇസ്മായിൽ മുസ്ലിയാർക്ക് കഴിവുണ്ട്, അല്ലാഹു തആല നൽകിയതാണ്. അല്ലാഹു എല്ലാവർക്കും നൽകും. ആ റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവർക്ക് മുഴുവനും അല്ലാഹു നൽകും. നോക്ക് നിങ്ങൾ, അർഹമുർ റഹീമായ റബ്ബ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നമ്മുടെ നേരെ ചില നിർദ്ദേശങ്ങൾ അല്ലാഹു നൽകി. ഇൽമു പഠിക്കണം, അല്ലാഹുവിന്റെ നിർദ്ദേശമാണത്. വിജ്ഞാനം നമ്മൾ കരസ്ഥപ്പെടുത്തണം, അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. നമ്മൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമല്ല. എന്തിനാണിത് ചെയ്യുന്നത്? നമ്മൾ പള്ളി ദർസിൽ പോയി നല്ല കിതാബ് ഓതി, ഒരുപാട് വഅദ് നാട്ടിലൊക്കെ പറഞ്ഞു, ഒരുപാട് ദർസ് നമ്മളും നടത്തി. അല്ലാഹു തആലക്ക് എന്താ? ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ, ഒന്നിന്റെയും ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു തആല. നമ്മൾ നിസ്കരിച്ചു, വലിയ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കാരം നടക്കുന്നു. മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഒരു ഇമാമ് ആ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ 20 ലക്ഷം, 25 ലക്ഷം, 30 ലക്ഷം ജനങ്ങളാണ് മുഅ്മിനീങ്ങളായി അദ്ദേഹത്തെ തുടർന്ന് നിസ്കരിക്കുന്നത്. 5 നേരവും. അല്ലാഹു തആലക്ക് എന്ത് കിട്ടാനാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ? ഈ ആളൊക്കെ സുജൂദ് ചെയ്ത് എഴുന്നേറ്റിട്ട്
റുക്കൂ ചെയ്തിട്ട് അല്ലാഹു തആലക്ക് എന്ത് കിട്ടാൻ? ആരും നിസ്കരിച്ചില്ല, മുഴുവൻ ആളുകളും ബഹിഷ്കരിച്ചു. അല്ലാഹു തആലക്ക് എന്ത് നഷ്ടപ്പെടാൻ? ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. ഒന്നിലേക്കും ആവശ്യമില്ലാത്ത സർവശക്തരല്ലേ നമ്മുടെ അല്ലാഹു. ഈ സാധനങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു ഇവിടെ ഇല്ലേ? അന്നാരെയും നിസ്കരിച്ചിരുന്നത്? മലായികത്തിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ഇല്ലേ? ആരായിരുന്നു ഒന്ന് കൽപ്പനയ്ക്ക് വഴിപ്പെട്ടിരുന്നത്? ഒരാവശ്യം അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം അതിലേക്കില്ല. പക്ഷേ അല്ലാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഞാൻ നിങ്ങൾക്ക് നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആരംഭ റസൂലുള്ളാഹി ആ നിർദ്ദേശങ്ങൾ നിങ്ങൾ മുമ്പിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം എന്ന് പറയുന്നത്. ആ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ സന്നദ്ധരായാൽ വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിപൂർണമായി നൽകുന്നതാ. വഇൻ തഅദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹുവിന്റെ നിഅമത്ത് എത്രയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ആ നിഅമത്തൊരാൾ എണ്ണിയാലോ അല്ലെങ്കിൽ സമൂഹം എണ്ണിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനൊരു ഹദ്ദ് നിശ്ചയിക്കാൻ ആലോചിച്ചാലോ സാധ്യമല്ല. അത്രയും വലിയ നിഅമത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു തആല. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം പരിപൂർണമായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാ. അതോട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ കറാമത്ത്, ആലിമീങ്ങളെ കറാമത്ത്, സ്വാലിഹീകളെ കറാമത്ത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീന നിയമങ്ങൾ ജീവിതത്തിൽ പരിപൂർണമായി പാലിക്കാൻ അവർ തയ്യാറായപ്പോൾ, ആ നിയമത്തിന് വിധേയമായി ജീവിക്കാൻ സന്നദ്ധരായപ്പോൾ വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം അതാ പരിപൂർണമായി നിങ്ങൾക്ക് നൽകുന്നു. ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്നത്. 5 വയസ്സ് മുതൽ ഇൽമു പഠിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. മരണം വരെ ആ വിജ്ഞാനവുമായി തുടർന്നു. മരിക്കുന്നത് വരെ അല്ലാഹു തആല കൊടുത്ത പവർ കണ്ടോ നിങ്ങൾ? ആ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ ഖിയാമത്ത് നാൾ വരെ ആ ദർസ് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ താൻ സ്ഥാപിച്ച പള്ളിയിലും സ്ഥാപനത്തിലും ദർസ് നിലനിർത്തിക്കൊണ്ട് അവിടെയും ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട്, അദ്ദേഹം തയ്യാറാക്കിയതായിരിക്കുന്ന ലൈബ്രറിയിലെ കിതാബെടുത്ത് വെച്ചുകൊണ്ട് വഅത്മംതു അലൈക്കും നിഅമതി, പരിപൂർണമായി നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. ചെറിയൊരു ഭാഗമാണ് ഈ കിട്ടുന്നത്. നിങ്ങൾ ചിന്തിച്ചോ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹാന്മാരെ നമ്മൾ സ്മരിക്കുമ്പോൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയതായ പവറിനെ പറ്റി നമ്മൾ പറയുമ്പോൾ മനുഷ്യന് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ഇത് ലഭ്യമാക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി നമ്മളും ചിന്തിക്കണം. നമ്മൾ അലസൽമാരായി മാറി നിന്നുകൊണ്ട് ദീനിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കടന്നു വരാൻ തയ്യാറാകാതെ മഹാത്മാക്കളോ മഹത്വം മാത്രം പറഞ്ഞതുകൊണ്ട് പരിപൂർണമായ ഗുണം ലഭിക്കില്ല. അതിന് അല്ലാഹു തആല പ്രതിഫലം നൽകുമെന്നത് ശരി തന്നെയാണ്. പക്ഷെ അത് പോരാ, നമ്മൾ ആ രംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറാകണം. ഇത് കണ്ട് നമ്മൾ പാഠം പഠിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ അവരെ പിന്തുടരണം. ആ മഹത്തുക്കൾ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാരെ സംബന്ധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഇൽമ് തദ്രീസിലാണ്. ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൽമു പഠിക്കാൻ തയ്യാറാകണം. ആ ഇൽമു നമ്മുടെ സന്താനങ്ങൾക്ക് നൽകാൻ നമ്മൾ സന്നദ്ധരാകണം. നാട്ടിൽ ഇൽമിന്റെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ, വിജ്ഞാനത്തിന്റെ ദർസാവട്ടെ, മദ്രസയാവട്ടെ, കോളേജുകളാവട്ടെ, അതൊക്കെ ഇൽമിന്റെ സ്ഥാപനങ്ങളാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാണ് മതവിജ്ഞാനം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. ഈ മഹാനെ നമ്മൾ സ്മരിക്കുമ്പോൾ ലോകത്ത് ഏത് മഹാന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ മഹത്വങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. കേവലം ഒരു പറച്ചിൽ മാത്രം പോരാ, കേവലം ഒരു സംസാരത്തോണ്ട് അവസാനിപ്പിക്കരുത്.
അതാണ് ആ മഹാന്മാരോട് നമുക്ക് കാണിക്കാനുള്ള അദബ്, അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന തഅ്ലീമ്. ഇൽമിനെ ജീവിതം മുഴുവനും സ്നേഹിക്കുകയും അതിനുവേണ്ടി ആയുഷ്കാലം മുഴുവനും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്രയോ മഹാരഥന്മാർ, ഒരുപാട് മുസന്നിഫീങ്ങൾ, കൈമ്പത്തുകൾ ജീവിതം മുഴുവൻ ഇൽമിന് വേണ്ടി മാറ്റിവെച്ചവരാ. നമ്മൾ അവരെ പിൻപറ്റണം. നിങ്ങൾ ചിന്തിച്ചോക്ക്, മുഹ്യിദ്ദീൻ ശൈഖ് റബീഉൽ ആഖിർ മാസമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഈ റബീഉൽ ആഖിർ മാസത്തിൽ ജനങ്ങൾ മുഴുവൻ മുഹ്യിദ്ദീൻ ശൈഖിനെ ബഹുമാനിക്കുന്നു. നമ്മൾ ചിന്തിക്കണം, ആരാണ് ഈ മുഹ്യിദ്ദീൻ ശൈഖ്? എന്താണ് ഇവിടെ മുഹ്യിദ്ദീൻ ശൈഖ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ പവർ മുഹ്യിദ്ദീൻ ശൈഖിന് ലഭിച്ചത്? സദഖത്തുല്ലാഹിൽ ഖാഹിരി ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖിനെ പറ്റി വിവരിച്ചുകൊണ്ട്, വർണ്ണിച്ചുകൊണ്ട് ഒരു ചെറിയ ഖസീദ ഇറക്കുന്നു. ആ ഖസീദയിൽ നമുക്കൊക്കെ മനഃപ്പാടമുള്ളതാണ്, അല്ലെങ്കിൽ പരിചയമുള്ളതാണ്, കേട്ടതാണ്. ഇത് കൊംതലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദന്നത്തോൾ അഴ്തോക മിൻ ഖുദ്റത്തിൽ ബാശിത മിൻ മുസ്തതാൾ. സദഖത്തുല്ലാഹിൽ ഖാഹിരി പറഞ്ഞതാ. ഖുതുബിയത്ത് എന്ന് പറഞ്ഞാൽ നിന്ന് സാധാരണ ഭാഷയിൽ വളരെ പഴഞ്ചനാ. സാധാരണ മൗലൂദ് തോന്നുന്നൊരു ഖുതുബിയത്തല്ല. ഇപ്പം പിന്നെ ഖുതുബിയത്ത് സാധാരണ ധാരാളം ചെല്ലുന്നുണ്ട്. അതൊരു പഴയ സുന്നത്തമായത്തിന്റെ ഒരു ആചാരമായിട്ടാണ് കാണാറുള്ളത്. അതെന്തെങ്കിലും ആട്ടെ, ഞാൻ ആ വിഷയം പറയല്ല. ആ ഖുതുബിയത്തിൽ പോലും പറഞ്ഞത് ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താർ, എല്ലാ കഴിവും അല്ലാഹു തആലക്ക. നമ്മൾ ഒരാൾക്കും ഒരു കഴിവും വകവെച്ചു കൊടുത്തിട്ടില്ല. നമുക്കങ്ങനെ ഒരു ചിന്തയില്ല. വെറുതെ മുജാഹിദ് പറഞ്ഞുണ്ടാക്കുന്നതാ. നമ്മളെ വിശ്വാസം വഅന്നൽ ഖുവ്വത ലില്ലാഹി ജമീആ, മുഴുവൻ കഴിവും അല്ലാഹു തആലക്കാകുന്നു എന്നാണ്. നിസ്കരിക്കാൻ പള്ളിയിൽ സഫ് കെട്ടി ആ സമയത്താണ് അവിടുത്തെ മുഅദ്ദിൻ ഖാമത്ത് കൊടുക്കുന്നത്. ഖാമത്ത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ എണീക്കേണ്ടത്. ഖാമത്ത് തുടങ്ങുമ്പോൾ എണീക്കാൻ പാടില്ല. ഖാമത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടേ സഫിലിരിക്കുന്ന ആൾ എണീക്കാൻ പാടുള്ളൂ. ദൂരെയുള്ള ഒരാളാണെങ്കിൽ ഖാമത്ത് തുടങ്ങുമ്പോൾ തന്നെ അയാൾക്ക് കൊണ്ട് വരാക്കാൻ ഒന്നാം സഫ് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഇമാമിനോട് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാൻ വേണ്ടി ഒന്നാം സഫിലും രണ്ടാം സഫിലും കൃത്യമായി ഇരിക്കുന്ന ആള് ഖാമത്ത് തുടങ്ങുമ്പോൾ തന്നെ എണീക്കുന്നത്. ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു, ഖാമത്ത് കൊടുത്തു കഴിഞ്ഞിട്ടേ സഫ് എണീക്കാൻ പാടുള്ളൂ. ആ ഖാമത്തിന് ആ മനുഷ്യൻ പറയുന്നു, ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ. വുളൂഎടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ജമാഅത്തിൽ കൂടി ഇമാമിന്റെ കൂടെ നിസ്കരിച്ച് പിരിഞ്ഞു പോകണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരാണ്. അതിനുവേണ്ടി കാത്തു നിൽക്കുകയാണ് മനുഷ്യന്മാര്. ആ മനുഷ്യന്മാരോട് ഹയ്യ അലസ് സ്വലാ എന്ന് ആ മനുഷ്യൻ നിസ്കാരത്തിലേക്ക് വരി, ഇമാം ഇതാ നിൽക്കാൻ പോകുന്നുണ്ട്, അടുത്ത സമയത്ത് ഇമാം എത്തിച്ചേരും, നിങ്ങളൊക്കെ നിസ്കാരത്തിലേക്ക് തയ്യാറെടുക്കുക എന്ന് പറയുമ്പോ നമ്മൾ പറയണം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. നമുക്കതിന് കഴിവില്ല. അള്ളാഹു നിസ്കരിക്കാൻ കഴിവ് തന്നെങ്കിലേ നമുക്ക് കഴിവുള്ളൂ. നോക്ക്, മനുഷ്യന് കഴിവാതാ ഒരു കഴിവില്ല. മനുഷ്യൻ കഴിവ് മുഴുവൻ അല്ലാഹു തആലക്കാണ്. ഇതാ സുന്നത്തമായതിന്റെ വിശ്വാസം. മുജാഹിദ് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. വഅന്നൽ ഖുവത ലില്ലാഹി ജമീആ. ഖുതുബിയത്തിൽ പറഞ്ഞതാണ്, ഇത് ഖുംതലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദന്നത്താൾ അഅ്താക മിൻ ഖുദ്റത്തിൽ മാശിത മിൻ മുസ്തതാ. എല്ലാ കഴിവും അല്ലാഹു തആലക്കാണ്. നമുക്കൊരു കഴിവും ഇല്ല. യഥേഷ്ടം കാര്യങ്ങൾ നീക്കാൻ കഴിയുന്നത് അല്ലാഹുവാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചെയ്യാൻ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, നമുക്കത് സാധ്യമാകാറില്ല. ചിലത് കഴിയും, ചിലത് കഴിയില്ല. അല്ലാഹു തആല കഴിവ് തന്നാ പറ്റും, ഇല്ലെങ്കിൽ പറ്റില്ല. യാതൊരു സംശയക്കാര്യത്തിലില്ല. ആ മുഹ്യിദ്ദീൻ ശൈഖിനോടാണ് സദഖത്തുല്ലാഹിൽ ഖാരി വാക്ക് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കണം. അല്ലാഹു തആലക്ക് അബ്ദൻ അതാഅ. ഓ മുഹ്യിദ്ദീൻ ശൈഖ്, നിങ്ങൾ ഒരു അനുസരണമുള്ള ഒരു അടിമയാകുന്നു. മുഹ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാണ് സദഖത്തുല്ലാഹിൽ ഖാരി, നിങ്ങൾ ആ കഴിവ് മുഴുവനും മേടിച്ച പടച്ച തമ്പുരാന്റെ അനുസരണമുള്ള ഒരു ദാസൻ, ഒരു അടിമ. നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖിനെ പഠിച്ചവനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ ദാസനാ. ലോക ചരിത്രത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി പറഞ്ഞു, ഏറ്റവും വലിയ സംഭവമാണ് ഇസ്രാ മിഅ്റാജിന്റെ സംഭവം. മുമ്പ് ഒരു പ്രവാചകനും ആ കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. ആരംഭ റസൂലുള്ളാഹിക്കാണ് ആ കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. ഇസ്രാ മിഅ്റാജാണ്. നിങ്ങൾക്കറിയാം, ആകാശങ്ങൾ
കീറിക്കടന്ന് അതിന്റെ അപ്പുറത്തേക്ക് പോയതാണ്. ഇന്നഹാ ജന്നത്തുൽ മഅ്വാ, സ്വർഗത്തിന്റെ സമീപത്ത് നല്ലൊരു മരം ഉണ്ട്. ആ മരത്തിന് ഖുർആൻ പറഞ്ഞ പേര് തന്നെ സിദ്റത്തുൽ മുൻതഹ, അങ്ങേ അറ്റത്തുള്ള മരം. സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞില്ല, അതിന്റെ അർത്ഥം അങ്ങേ അറ്റത്തുള്ള മരം. സ്വർഗത്തിന്റെ സമീപത്താണ് ആ മരമുള്ളത്. ഇത് സിദ്റത്തുമായ ആ മരത്തെ കണ്ടാൽ ഏത് മനുഷ്യനും അത്ഭുതപ്പെട്ടു പോകും. അത്രയും അലങ്കാരം പറഞ്ഞൊരു മരമാണത്. എന്താണ് ആ മരത്തിന്റെ മുകളിൽ ഇത്രയും വലിയ അലങ്കാരങ്ങള്? ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തന്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു, അഅ്മാലു സ്വാലിഹാത്ത്, മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല മലായികത്തിന് ഏർപ്പാട് ചെയ്ത് കൊണ്ടുപോയി ആ മരത്തുമ തൂക്കുകയാണ്. അതാണ് ആ പുള്ളി, ആ വെളിച്ചം, ആ സിദ്റത്തുൽ മുൻതഹ പൊതിഞ്ഞു നിൽക്കുന്നത്. ഒരു സുബ്ഹാനല്ലാഹ് നമ്മളില്ലാൽ അത് മലായികത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുന്നു അവിടെ എന്നാ പറയുന്നത്. ഇത് യസ്അദു ഇലൈഹിൽ കലിമു ത്വയ്യിബു വൽ അമലു സ്വാലിഹു, നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനം കയറുകയാണ്. പക്ഷേ ഈ ഒരു വലിയ സംഭവം റസൂലുള്ളാഹിക്ക് അല്ലാഹു കൊടുത്തു. ആ സംഭവം കൊടുത്തപ്പോ അല്ലാഹു തആല പറഞ്ഞതെന്താ? സുബ്ഹാനല്ലദീ അസ്ആ ബിഅബ്ദിഹി, അല്ലാഹു തആലയുടെ ദാസൻ അല്ലാഹു തആല കൊണ്ടുപോയി എന്നാ. അപ്പൊ അല്ലാഹുവിന്റെ ഒരു അടിമ എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പവർ. അടിമകളാണ് എല്ലാവരും. മുഹീദ്ദീസും അടിമ, മുഴുവൻ ഔലിയാക്കളും അടിമ, അമ്പിയാക്കന്മാര് മുഴുവനും അടിമ, മലായികത്തുകൾ അടിമകള്, അല്ലാഹുവിന്റെ റസൂൽ അടിമ, അബ്ദൻ അത്താഅ്. ഇതാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറഞ്ഞാൽ പോരാ, ജീവിതത്തിൽ നമ്മളും അല്പമെങ്കിലും പകർത്താൻ തയ്യാറാകണം. അങ്ങനെ അനുസരണമുള്ളൊരു അടിമയായി ജീവിച്ചപ്പോ മിൻ ഖുദ്റത്തിൽ മാ ശിഅത മിൻ മുസ്തതാഅ്, ആ അടിമ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ അടിമക്ക് അല്ലാഹു തആല നൽകി. അതാ വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം അവൻ പൂർണ്ണമായി നൽകും. കറാമത്ത് അതാ ഈ മഹാന്മാർക്കൊക്കെ കിട്ടുന്നത് അതാണ്. അവരുദ്ദേശിച്ച കാര്യങ്ങൾ ദർസാണ്, ഇൽമിന്റെ പ്രചരണമാണ്. അതിന് അവസരം അല്ലാഹു നൽകി. മരണത്തിന്റെ മുമ്പും നൽകി, മരണത്തിന്റെ ശേഷവും നൽകി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സഹോദരന്മാരോട്, മുതഅല്ലിമീങ്ങളോട്, പണ്ഡിതന്മാരോട് ഓർമ്മപ്പെടുത്താൻ എനിക്ക് അധികാരമില്ല. എന്നാൽ ഞാൻ പറയുന്നത് ആ മാതൃക നമ്മൾ സ്വീകരിക്കണം. ദീനിന്റെ പ്രചരണം. എ.പി. ഉസ്താദ് നോക്ക് നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്ത കഴിവ് എത്രയാ! ഇന്ന് അത് അളക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് ഉയർന്നിരിക്കാൻ. ഞാൻ വരുമ്പോ എ.പി. ഉസ്താദ് എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഇസ്മായിൽ മുസ്ലിയാരുടെ പരിപാടിയാണ്, നിർബന്ധമായി പോകണം, നിങ്ങൾ എന്തായാലും പോകണം. ഞാൻ പോകണമെന്ന് തീരുമാനിച്ചതായിരുന്നു. അതിനനുസരിച്ചായിരുന്നു പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ബാംഗ്ലൂരാണുള്ളത്. അവിടെ നിന്ന് ഒരു നിലക്കും വരാൻ യാതൊരു നിർവാഹവുമില്ലാതായിപ്പോയി. ജുമാ കഴിഞ്ഞങ്ങ് പോരണമെന്ന് ചിന്തിച്ചതായിരുന്നു, ഒരു നിലക്കും പറ്റുന്നില്ല. അവിടെ കൂടിയ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കും, ഇസ്മായിൽ മുസ്ലിയാർ ഇത്രയും കാലം മർക്കസിൽ ജോലി ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു മഹ്ബൂബ്, ആ പരിപാടിയിൽ എന്റെ മുഖം അവിടെ കാണാതിരുന്നാൽ ആൾക്ക് വല്ലാത്ത പ്രയാസവും സംശയവും തോന്നും. അതുകൊണ്ട് നിങ്ങൾ തുറന്ന് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് പറയണം, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പോയതുകൊണ്ടാണ് എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പറയാ, പക്ഷേ വിഷമ ആളുകൾക്ക് ഉണ്ടാവും, എന്നാൽ ഞാൻ പറയാ. കാരണം എ.പി. ഉസ്താദിന്റെ വിഷമം അത്ര വലുതാണല്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം തന്നെ നിയന്ത്രിക്കല്ല, അതങ്ങനെ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നോക്ക് നിങ്ങൾ, വഅത്മംതു അലൈക്കും നിഅമതി, അല്ലാഹുവിന്റെ നിഅമത്ത് അല്ലാഹു പരിപൂർണമായി നൽകുന്നു എന്ന് പറഞ്ഞതുപോലെ ഭാഗികമായിട്ടാണ് പരിപൂർണമായി നൽകൽ. അത്രയും വലിയ ആളുകൾക്ക് റസൂലുള്ളാഹി ഭാഗികമായി അല്ലാഹു നിഅമത്ത് ചെയ്തില്ലേ. വലിയൊരു വാക്കിയ സ്വാലിഹാത്ത് നിന്ന് ബിരുദമെടുത്ത് പഠിച്ച ഒരു പണ്ഡിതൻ, ഒരു വാക്കവി. എത്ര വാക്കിയോടെ ദുനിയാവിലുണ്ട്? ഞാനൊരു വാക്കവിയല്ല. എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? ഒരു മദ്രസ നമ്മുടെ നാട്ടിൽ നടത്താൻ എത്ര പ്രയാസ. ഒരു 7ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ഉള്ള ഒരു മദ്രസ, അതിന് കമ്മിറ്റിയിൽ 16 ആളോ 20 ആളോ ഉണ്ടാവും. നാട്ടിലെ കാരണവന്മാരും എല്ലാ ആളുകളും സജീവമാണ്. ഒരു കൊല്ലം കഴിഞ്ഞ് ജനറൽ ബോഡി കൂടുമ്പം ആകെപ്പാട് ഒരു 5 or 6 ഉസ്താദന്മാരുണ്ടാകുക. അവർക്ക് ശമ്പളം എത്രാൻ ചോദിച്ചാൽ 5000, 6000, 3000 ഒക്കെ ആയിരിക്കും. അത് കൊടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നു നമ്മളൊക്കെ. എല്ലാ മഹല്ലത്തിന്റെ കഥ അങ്ങനെയാ. പക്ഷേ ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന് അല്ലാഹു കൊടുത്ത ശുക്ർ നിഅമത്ത് നോക്ക് നിങ്ങൾ. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തത്.
ഞാൻ വെറുതെ സമയം കളയേണ്ടതില്ല, അവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു അവന്റെ അടിമകൾക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ മിൻ ഖുദ്റത്തിൽ മാ ശഇത മിൻ മുസ്തതാ, തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഔലിയാക്കളൊക്കെ, ഈ ആലിമീങ്ങൾ, ഇസ്മായിൽ മുസ്ലിയാരടക്കമുള്ള ഒരുപാട് ആലിമീങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മഹാന്മാരായ ആളുകൾ മുഴുവനും അവരുടെ ഇബാദത്തിന്റെയും തഖ്വയുടെയും അനുസരണമുള്ള അടിമകളായി ജീവിച്ചതുകൊണ്ട് അർഹമുർ റഹീം റബ്ബ് നൽകുന്ന പവറുകളാണ്, സ്ഥാനങ്ങളാണ്. അതാണ് ഈ കറാമത്ത് എന്ന് പറയുന്നത്. സാധാരണ കഴിവുകൾ എല്ലാവർക്കും കിട്ടും, അസാധാരണ കഴിവ് അല്ലാഹു തആല അത്ര മഹത്തുക്കളായിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി നൽകും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. അല്ലാഹു തആല നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം നൽകുന്നു. അല്ലാഹു നമ്മൾ ആദരിക്കുന്നു. അതുകൊണ്ട് ആ അല്ലാഹുവിനെ പഠിച്ച് ആ അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അവന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ സന്നദ്ധരാകണം. ഒരു സംശയവുമില്ല. നമ്മുടെ കാര്യം അല്ലാഹു ഏറ്റെടുക്കും. ലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹക്കംത. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ദിക്റാണ്. നിസ്കാരത്തിന് ശേഷം നമ്മളൊക്കെ ചൊല്ലുന്ന ദിക്റാണ്. അവൻ തന്നാൽ തടയാൻ ഒരു കുട്ടിക്കും കഴിയില്ല. അവൻ തന്നില്ലെങ്കിൽ വാങ്ങിത്തരാനും ഒരാൾക്കും നമുക്ക് സാധ്യമല്ല. അർഹമുർ റഹീമായ റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിന്റെ ദീനിന് വേണ്ടി ഇത്തരം മഹാന്മാരെ സ്മരിച്ചുകൊണ്ട്, അവരുടെ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട്, അവരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് അത്തരം ദീനിന്റെ പ്രവർത്തകന്മാരായി മാറാൻ നാമം ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. നല്ലൊരു സ്ഥാപനം ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ സന്തോഷിക്കുകയാണ്. ആ പ്രവർത്തനം കണ്ടുകൊണ്ട് നമ്മളൊക്കെ അതിനെ സഹായിക്കണം, നമ്മളൊക്കെ അതിന് സഹകരിക്കണം. അങ്ങനെ സഹായിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഇവിടെ പൂർത്തിയാക്കപ്പെടാൻ കഴിയുള്ളൂ. ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നടന്ന ഉറൂസിന്റെ ശേഷം ഈ പ്രാവശ്യം ഒരു കൊല്ലം കൊണ്ട് പല മാറ്റങ്ങളും ഇവിടെ ഉണ്ടായി, പല പരിവർത്തനങ്ങളും ഉണ്ടായി. നമുക്ക് നൽകുന്ന സഹായത്തിന്റെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് ആ പരിപാടിയിൽ എല്ലാവരും സഹായിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കൂടെ സ്വർഗ്ഗലോകത്ത് നമ്മയും ഒരുമിച്ചൂട്ടി തരുമാറാവട്ടെ. ആ കുടുംബത്തിനെയും ആ ഉപ്പന്റെ കൂടെ അല്ലാഹു ഒരുമിച്ചൂട്ടി കൊടുക്കുമാറാവട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ സന്താനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല ദീനിന് ഖിദ്മത്ത് ചെയ്യുന്നവരും ദീനിനെ പ്രവർത്തിക്കുന്നവരും അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരുമാക്കി മാറ്റി തരുമാറാവട്ടെ. ഇതിനെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ എറണാകുളം ഭാഗത്തുള്ള നല്ല പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ടാവും. അവര് ഇസ്മായിൽ മുസ്ലിയാരെ ചികിത്സയുടെ കാര്യത്തിലൊക്കെ സാമ്പത്തികമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആവശ്യം ഉണ്ടാവില്ല. വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത അദ്ദേഹത്തിന് വലിയ മുഹിബ്ബീങ്ങളുണ്ട്. അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. അദ്ദേഹത്തിനെ സ്നേഹിച്ച ഒരുപാട് ആളുകളുണ്ട്, മുതഅല്ലിമുകൾ ധാരാളം അല്ലാത്തവരും. അല്ലാഹുവേ അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ആ മഹാനുഭാവനെ സ്നേഹിക്കുന്ന, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, ദീനിന്റെ അഹ്ലിയരെ സ്നേഹിക്കുന്ന ആരംഭ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഒരു രംഗത്തും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എല്ലാ രംഗത്തും പരിശുദ്ധ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ്, ദീർഘായുസ്, ആരോഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പേരോട് ഉസ്താദ് അടുത്ത സമയത്തെത്തും. അജീസ്ലിയാർ കുറച്ച് നീട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര നീട്ടിയത്. എന്നോട് വിഷം തോന്നണ്ട, പലരും ഉണ്ടാവും ഇവിടെ പ്രസംഗിക്കാൻ. അള്ളാഹു വിജയിപ്പിക്കുമാറാവും. കുറ്റം വേറെ താരിപ്പി ഏതായിരുന്നാലും ഇവിടെ ഉണ്ട്. നല്ല സരസമായി പ്രസംഗിക്കാൻ നേരത്തെ പറഞ്ഞോണം. അള്ളാഹു തആല തൗഫീഖ് കൊടുത്തൊരു മഹൽ വ്യക്തിയാണ്. നല്ലൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അള്ളാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി ആദരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.